യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. കോടതി വിധി നടപ്പിലാക്കാൻ സാധിക്കില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പോലീസിന് കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം, വിധി നടപ്പിലാക്കാൻ ഒരവസരം കൂടി തരാമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസ് ഈ മാസം 25 മാറ്റി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കോടതിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇങ്ങനെ ഒരു കാര്യം. ഒരു തവണ കൂടി സമയം തരാം എന്ന തരത്തിലേക്ക് കോടതി പറയുമ്പോൾ ഇനി എന്താകും അടുത്ത നടപടി? രൂക്ഷ വിമർശനമാണോ ഇന്ന് കോടതി ഉന്നയിച്ചത്? അനുജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പള്ളിത്തർക്ക കേസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്നും അത് തുടർന്നു. എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഉന്നയിച്ചത്. ഇന്ന് അതൊരു കടുത്ത ഭാഷയിൽ കൂടി ഉന്നയിച്ചു എന്നുള്ളതാണ്. ഈ ഗേറ്റിന് വക്കൽ വരെ പോയി നിങ്ങൾ തിരികെ പോരുന്നത് അതൊരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെ തുടർന്നാൽ മതിയോ? ഇപ്പോഴും ഈ വിധി നടപ്പാക്കാൻ പോലീസിന് സാധ്യമാകുന്നില്ലേ? മറ്റു കർമ്മ പദ്ധതികൾ അവലംബിക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് തയ്യാറാകാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളി ഏറ്റെടുക്കാൻ സ്വീകരിച്ച നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം സർക്കാർ കോടതിയെ അറിയിച്ചു. ഒപ്പം തങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടി കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് എന്നൊരു നിർണായക നിലപാട് കൂടി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരവസരം കൂടി തങ്ങൾ നൽകാം. ആ അവസരത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ഹൈക്കോടതി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ പള്ളി ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 25-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അനുജ, യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിലാണ് ഇപ്പോൾ എന്തുകൊണ്ട് കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു. ഒരവസരം കൂടി തരാം എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്.